അസ്സലാമലൈക്കും, വെൽക്കം ടു അവർ ചാനൽ. റമദാൻ 3-ൻ്റെ ഒരു ചെറിയ വീഡിയോ കണ്ടിട്ട് വരാം. പുലർച്ചെ ചോറ് തിന്നാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒന്നെടുത്തതാണ്. അതിന് ശേഷം പിന്നെ ഉച്ചയ്ക്ക് ശേഷമേ ബാക്കി പണികളൊക്കെ ഉള്ളൂ. വൈകുന്നേരത്തേക്കുള്ള നോമ്പ് തുറക്കാനുള്ളതൊക്കെ മെല്ലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ദോശ ചുടാൻ വിചാരിച്ചുകൊണ്ട് പച്ചരി പുതിർത്തട്ടെ, വൈകുന്നേരം അരച്ചെടുക്കാം. പിന്നെ ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു ഇവിടെ. കട്ട്ലേറ്റ് ചുടാൻ വിചാരിച്ചു. ബാക്കി എല്ലാ സാധനങ്ങളും വാങ്ങണം. പിന്നെ 2:30 മണിക്ക് ടൗണിൽ പോകണം. എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങി വന്നതിന് ശേഷം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഉരുളക്കിഴങ്ങ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി എണ്ണയുണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്. ബാക്കിയെല്ലാം വാങ്ങണം. മുട്ടയും റസ്ക്കും എല്ലാം വാങ്ങണം. അങ്ങനെ ഉരുളക്കിഴങ്ങ് വേവാൻ കുക്കറിലിടുന്നുണ്ട്. കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ച് വെക്കട്ടെ. ഒരു 2 വിസിൽ മതി. ഉരുളക്കിഴങ്ങ് പാകത്തിന് വെന്ത് കിട്ടും. കൂടുതൽ വെന്ത് പോയാൽ, നനവ് കൂടിപ്പോയാൽ കട്ട്ലേറ്റിന് പരത്താനൊക്കെ ബുദ്ധിമുട്ടാണ്. ഒത്ത രീതിയിൽ വെന്ത് കിട്ടണം. അങ്ങനെ ഇതാ കട്ട്ലേറ്റ് വേവാൻ വെച്ചിട്ടുണ്ട്. 2 വിസിലുണ്ട്. വെന്ത് കിട്ടി. വെന്തൊക്കെ ഒന്ന് നോക്കട്ടെ. ഫോർക്കെടുത്തൊന്ന് കുത്തി നോക്കട്ടെ. എന്നിട്ട് വെന്തിട്ടുണ്ട്, റെഡിയായിട്ട് ഒത്ത രീതിയിൽ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നല്ലോണം അത് അടച്ച് വെക്കുക, വെള്ളം ഒഴിവാക്കി. ഇതാ ഞാൻ ടൗണിൽ പോയി 2:30 മണിക്ക് പോയി. 4:30 മണിയായിക്ക് തിരിച്ചെത്തുമ്പോൾ എല്ലാം വാങ്ങി വന്നിട്ടുണ്ട്. ഇതാ നോമ്പിന് ഉച്ചയ്ക്ക് ശേഷം എല്ലാം സാധനം വാങ്ങാനൊക്കെ പോക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ട് നോമ്പിൻ്റെ മുമ്പേ എല്ലാം വാങ്ങി വെക്കണം എന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. ഒരുവിധം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. അരിയും ചില്ലറ സാധനങ്ങളും. പിന്നെ അതിൻ്റെ ഇടയിൽ ഫ്രൂട്ട്സും ഹാൻഡ് വാഷും സോപ്പൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇതാ മീനും ഉണ്ട്. ഇന്ന് മീനാണ് കറി വെക്കുന്നത്. ദോശയും മീൻ കറിയും. ബസ്സിലൊക്കെ കയറി വന്നതുകൊണ്ട് മുട്ട 2-3 പൊട്ടി. 10 മുട്ട വാങ്ങിയിട്ട് 3 പൊട്ടി. സാരമില്ല, പൊട്ടിക്കാണ്ടൊത്തല്ല. എന്തായാലും കട്ട്ലേറ്റിന് വേണമല്ലോ, പൊട്ടിക്കണമല്ലോ. അങ്ങനെ റസ്ക് പൊടിച്ചെടുക്കട്ടെ. റസ്ക് പൊടിച്ച് അളവിലിട്ട് വെച്ചാൽ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി സൂക്ഷിക്കാമല്ലോ, പിന്നെ എടുക്കാമല്ലോ. ഉരുളക്കിഴങ്ങ് ഉടച്ചെടുക്കട്ടെ. ഉരുളക്കിഴങ്ങ് ഒത്ത രീതിയിൽ കേട്ടോ, അധികം നല്ലോണം ഉടയണ്ട, ഒത്ത രീതിയിൽ ഉടഞ്ഞാൽ മതി. അങ്ങനെ മസാല വാട്ടി തുടങ്ങി. ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൽ വേണ്ട പൊടികളിട്ട് ഇട്ട് കൊടുക്കണം. കറിവേപ്പിലയും പിന്നെ മല്ലിച്ചപ്പ് ലേശം ഇടും. ഇഞ്ചിയും വെള്ളുള്ളിയും ചതച്ചത് കുറച്ച് ഇവിടെ ഉണ്ടായിരുന്നു, അതുമിട്ട് അങ്ങനെ തന്നെ വാട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് പൊരിച്ച ചിക്കൻ ഉണ്ടായിരുന്നു, അതും പൊടിച്ച് ചേർക്കണം. പൊടിച്ച് വെച്ച ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കണം. അത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം. ഞാനിപ്പോൾ ഒരു 5 മണിയായി അടുക്കളയിൽ കയറുമ്പോൾ. കാരണം ഞാൻ എത്തുമ്പം തന്നെ 4:30 മണി കഴിഞ്ഞ്. പിന്നെ അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് അടുക്കളയിൽ കയറിയത്. ഒരു 20 മിനിറ്റ് കൊണ്ട് കട്ട്ലേറ്റ് ആയി കിട്ടാനാണ് വിചാരിക്കുന്നത്. അതിന് വേണ്ട മസാലകളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലേശം കുരുമുളക് പൊടിയും ചിക്കൻ പൊടിച്ചതും ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് നല്ലോണം മസാല മിക്സാക്കി എടുക്കട്ടെ. എന്തായാലും പെട്ടെന്ന് തന്നെ ആവുമായിരിക്കും. എണ്ണയും ഒരു സ്റ്റൗവിൻ്റെ ഒരടുപ്പിൽ എണ്ണയും വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സൊക്കെ അതിൻ്റെ ഇടയിൽ മുറിച്ചിട്ട് എടുക്കണം. കാരണം 5:30 മണിയായി. എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. 6 മണിയാകുമ്പോഴത്തേക്കെല്ലാം റെഡിയായി. 6:10 ആകുമ്പോഴത്തേക്ക് ടേബിളിൽ കൊണ്ടുവച്ചാണ് ശീലം കേട്ടോ. പൈനാപ്പിൾ വാങ്ങിയോണ്ട് തന്നെ പൈനാപ്പിൾ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ വത്തക്ക 2 ഗ്ലാസ്, എല്ലാം ലേശം കേട്ടോ, കൂടുതൽ വെറുതെ അനാവശ്യമായിട്ട് അടിക്കണ്ടല്ലോ. അതും അടിച്ചിട്ടുണ്ട്. കട്ട്ലേറ്റൊക്കെ റെഡിയായി. പിന്നെ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി നാളെ കാണാം കേട്ടോ.